എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദീപാവലി സ്വീറ്റാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്. ബേക്കറിയിലെ കണ്ണാടി ചില്ലിലൊക്കെ ഇരിക്കുന്ന പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു മിൽക്ക് പേട ഉണ്ടല്ലോ, അതാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വെറും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പേടയാണ്. ബേക്കറിയിലെ കണ്ണാടി ചില്ലിലൊക്കെ ഇതുപോലെയുള്ള മിൽക്ക് പേടകളൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് നമുക്ക് ഈസി ആയിട്ട് അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് പേട തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് പൗഡറാണ് ആവശ്യം. ഈ പേട തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് പൗഡറാണ് ആവശ്യം. 2 കപ്പ് അളവിൽ മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു അളവിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അത്യാവശ്യം കഴിക്കാനുള്ള മിൽക്ക് പേട നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് മിൽക്ക് പേട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ആ ഒരു കൂട്ടാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പഞ്ചസാരയും മിൽക്ക് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പാൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. 2 കപ്പ് മിൽക്ക് പൗഡറിന് നമുക്ക് 1/2 കപ്പ് പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. പാൽ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ അധികം സമയമെടുക്കും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ. കാരണം നല്ലതുപോലെ കുറുകി നല്ല ഡ്രൈ ആയി കിട്ടിയാലേ നമുക്ക് പേട പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്ത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനും. പാലെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടെ മിൽക്ക് പൗഡറെല്ലാം കട്ട പിടിക്കും. പിന്നെ നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പേടയാണ്. കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അവർ തീർത്ത് തരും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അധികം ചേരുവകളൊന്നും നമുക്കിതിനായിട്ട് ആവശ്യവുമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ആ പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൈവിടാതെ തന്നെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. പാലൊക്കെ ഒന്ന് വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാക്കി എടുക്കുകയാണ് വേണ്ടിയത്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പാൻ എടുക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ അടിക്ക് പിടിക്കാതെ നമുക്ക് നല്ലതായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ വശവും ഒരുപോലെ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ദീപാവലിയൊക്കെ അടുത്ത് വരികയാണല്ലോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇത്. നമ്മൾ തയ്യാറാക്കിയാൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. 2 കപ്പ് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം തയ്യാറാക്കി എടുക്കാനുള്ള സ്വീറ്റ് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ മിൽക്ക് പൗഡർ എടുക്കുമ്പോൾ അധികം പഴക്കം ചെന്നിട്ടുള്ള മിൽക്ക് പൗഡറൊക്കെ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണം മിൽക്ക് പൗഡറൊക്കെ എടുക്കാനും. നമുക്ക് നല്ലതുപോലെ ഇളക്കി പാനിൽ നിന്നൊന്ന് വിട്ടു വരുന്ന പരുവത്തിലാക്കി എടുക്കണം. ഇപ്പോൾ പാലൊക്കെ ചേർത്തത് ചെറുതായിട്ട് വറ്റി പാനിലോട്ടൊന്ന് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാറ്ററി ഇപ്പം നല്ലതുപോലെ പാനിൽ നിന്ന് തെന്നി മാറുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഏത് ഷേപ്പിൽ വേണോ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ. ഈ ഒരു കൂട്ട് നമുക്ക് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറി നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു ചൂടിൽ നമുക്കിതിനി ഉരുട്ടിയെടുക്കാം. ഈ സ്വീറ്റ് ബാറ്ററിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലോട്ടായിട്ടുണ്ട്. കയ്യിൽ ലേശം ഗീയോ ബട്ടറോ ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മളിനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അലൂമിനിയം ഫോയിലും അതുപോലെ ബട്ടർ പേപ്പറിലുമായിട്ടാണ് ഈ ഒരു സ്വീറ്റ് ഉരുട്ടിയെടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ബാറ്റർ ഒന്ന് കയ്യിലോട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ കുറവായതുകൊണ്ടാണ് ഞാൻ അലൂമിനിയം ഫോയിൽ എടുത്തത്.
ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. കൈകളൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ലേശം ബട്ടറോ ഓയിലോ ഒന്ന് തടവുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത ശേഷം ബേക്കറിയിലെ കണ്ണാടി ചില്ലിലൊക്കെ കിട്ടുന്ന മുട്ടായി പോലെ പൊതിഞ്ഞെടുത്ത ഒരു സ്വീറ്റ് ഉണ്ടല്ലോ, മിൽക്ക് പേട, ആ ഒരു രീതിയിലാണ് ഈ മിൽക്ക് പേട ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. റോൾ ചെയ്തെടുത്ത ശേഷം 2 സൈഡും ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ തന്നെ എടുക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ കുറവായതുകൊണ്ടാണ് ഞാൻ അലൂമിനിയം ഫോയിലും കൂടെ എടുത്തേക്കുന്നത്. 2 സൈഡും ഇതുപോലെ ചുരുട്ടിയെടുത്ത് ഒരു മിൽക്ക് പേട മിഠായി പോലെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പേടയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അധികം ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ദീപാവലിക്ക് ഇത് തയ്യാറാക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ സ്വീറ്റ് റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നമുക്കൊരു സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ മിൽക്ക് പേട തയ്യാറാക്കി എടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെ ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു ബാറ്ററിനെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ചെറിയ ബോൾസായിട്ട് വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ പിസ്തയൊക്കെ കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്ത് ചെറിയ മിൽക്ക് പേടയായിട്ടും അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ മുട്ടായി പോലത്തെ മിൽക്ക് പേട നിങ്ങൾ ബേക്കറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇനി ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പെല്ലെ കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ ഒരു മിൽക്ക് പേട തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ നേരുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.